അതേപോലെ തന്നെ മറ്റ് വേറൊരു സുഹൃത്തുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ ആയ സമയത്ത് നടന്ന സമയത്ത് എടുത്ത സെൽഫികൾ ഇന്ന് യൂട്യൂബിൽ ഇട്ടപ്പോ പിരി കയറി. എന്ത്? അവരുടെ ഒരു ഫോട്ടോ ഇട്ടപ്പോഴോ അവന്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴോ വേറെ പെമ്പിള്ളേരുടെ കൂടെ നടക്കുന്നതായിട്ടുള്ള വീഡിയോസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല. യൂട്യൂബ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ള വീഡിയോ ആണ്. അത് ഇനിയും ഏതെങ്കിലും സുഹൃത്തുക്കളെയൊക്കെ പറ്റിയിട്ട് ചിലപ്പോൾ ഞാൻ ഇനിയും ചെയ്തു തരും. തെല്ലാനുണ്ടെങ്കിൽ നേരിട്ട് വരണം. നേരിട്ട് വന്ന് അല്ലെങ്കിൽ ഡേറ്റ് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ വന്ന് തല്ലാനും എന്തിനുണ്ടെങ്കിലും ഞാൻ റെഡിയാണ്. നമുക്കും ദൈവം സഹായിച്ചിട്ട് കയ്യും കാലും എല്ലാ പവറും ഉണ്ട്. വളഞ്ഞ മൂക്കല്ല. KPJനോട് എനിക്ക് പറയാനുള്ളത് വളഞ്ഞ മൂക്കല്ല. ഒറ്റയടിക്ക് അവന്റെ മൂക്കിന്ന് ചോര വരും. അങ്ങനെ അവൻ തല്ലാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണ് എവിടെയാന്ന് വെച്ചാൽ പറഞ്ഞു. എവിടെയാന്ന് വെച്ചാൽ ആ ഇടിയൊക്കെ ഇടിക്കാനുള്ള വകുപ്പൊക്കെ. അങ്ങനെ ചോര വന്നതിന് ശേഷം അവന് ആയുസുണ്ടെങ്കിൽ അവന് ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കി കഥകൾ പിന്നെ പറയും. അവൻ ഒരു തവണ ചെറുപ്പത്തിൽ ഹോസ്പിറ്റലൈസ് ചെയ്ത് കിടന്നിരുന്നു. ആ സമയത്ത് അവൻ പറയും, നിങ്ങൾ അന്ന് കൊണ്ടുവന്ന കുറെ പുസ്തകങ്ങള് അവൻ തന്നെ പറയാറുണ്ട്. നല്ല അതെനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ട്. ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറെ പുസ്തകങ്ങൾ അവര് വായിക്കാൻ കൊടുക്കായിരുന്നു. എന്തോ ബാല TB അങ്ങനെ എന്തോന്ന് വന്നിട്ട് കുറെ കാലം അവൻ ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പൊ അന്ന് അവനെ കാണാൻ പോയി. നമ്മളെ വീട്ടിലുണ്ടായിരുന്ന കുറെ ചെറിയ കഥാപുസ്തകങ്ങളോ എന്തൊക്കെയോ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട് KPJ കുത്ത് പി കുത്ത് ജിജിത്ത് വാ സന്നുവേട്ടൻ എന്ന് തന്നെയാണല്ലോ നീ പറഞ്ഞിട്ടുള്ളത്. തല്ലാണ്ടെങ്കിൽ വാ, വന്നിട്ട് ആ ഒരു തല്ല് നീ ജയിക്കുന്നുണ്ടെങ്കിൽ നീ ജയിക്കും. അതോടുകൂടിയിട്ട് നിനക്ക് എൻ്റെ ശല്യം ഉണ്ടാവില്ല. അതെല്ലാം ഞാനാ ജയിക്കുന്നുണ്ടെങ്കിൽ നീ കുറച്ചും കൂടെ കഷ്ടപ്പെടും. ഇതുവരെ ഇപ്പൊ നീ കുറച്ച് ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞു. അച്ഛൻ ഹോസ്പിറ്റലിലാണ്, നീ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞു. എല്ലാം കൊണ്ടും നീ എല്ലാം നേടി എന്നുള്ള ആ ഒരു ധാരണയിലാണ് ആ വിളി കാര്യങ്ങളൊക്കെ. നീ വാ, നിന്റെ എല്ലാ സർവ്വസന്നാഹങ്ങളുമായിട്ട് വാ. എൻ്റെ അടുത്തുകൊണ്ട് സന്നാഹങ്ങൾ അത് വെച്ചിട്ട് നമുക്ക് ഏത് സ്ഥലത്താണ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരിടി ആ മൂക്കിന്റെ പാലം ഒരു തവണ ഇത് ചെയ്തതല്ലേ, ഓപ്പറേറ്റ് ചെയ്തതല്ലേ, അതിനൊക്കെയുള്ള വകുപ്പുണ്ടാ ഈ ഒരു വിരലിനും ഈ ഒരു ഇതിനും ഉണ്ട്. പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടെ എന്നെ ഭ്രാന്തനാക്കിയിട്ടുണ്ട്. ഞാൻ ഇടിച്ചു കഴിഞ്ഞാല് എനിക്ക് പുഷ്പം പോലെ ഊരിപ്പോരാൻ പറ്റും. നീ ഇടിക്കുമ്പോ ഊരിപ്പോരാൻ പറ്റുമോന്നൊന്ന് ചിന്തിച്ചിട്ട് നീ വാ.